സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് അർഹമായ കേന്ദ്ര വിഹിതം അനുവദിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കട്ടപ്പന സബ് ജില്ലാ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയിലെ സമവർത്തിത്വ പട്ടികയിലുള്ള വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്രീകരിക്കാനും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന സമഗ്ര ശിക്ഷ കേരളം പദ്ധതിക്ക് 2023-24 മുതൽ ലഭിക്കേണ്ട തുക തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ 6000-ലധികം പേരുടെ ശമ്പളം മുടങ്ങി. PM ശ്രീയിൽ ഒപ്പിട്ടിരുന്ന കാരണത്താലാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് KSTയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ KSTA ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടത് 141 കോടി രൂപയുമാണ്. സംസ്ഥാന ഗവൺമെന്റ് 141 കോടി രൂപയും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊടുക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 513 കോടി രൂപയിൽ കേന്ദ്രം കൊടുത്തത് വട്ടപൂജ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതം 513 കോടി രൂപ ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ഈ 25 ഡോക്ടർ ഫൈസൽ മുഹമ്മദ്, ഡോക്ടർ പ്രദീപ് കുമാർ, അർജിമോൻ, സുരേന്ദ്രൻ PN എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.